അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി. ഇതെല്ലാം എല്ലാം അതിനകത്ത് കുറച്ച് പേരാണ് വീട്ടിൽ പിടിച്ച കുറച്ച് പഴമാണ്, അത് വീട്ടിലോട്ട് കൊണ്ടുപോയി അതെല്ലാം കൊണ്ടുപുറക്കി എടുത്ത് എല്ലാം റെഡിയായി നിൽക്കുന്നത്. അതിലൊക്കെ പോയാൽ മതി എന്നുള്ളതാണ്. ചപ്പലൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അതല്ല മറ്റേ ചപ്പലെടുത്ത് ചപ്പലിട് പോവാം. മണ്ണെണ്ണം തട്ടി കളഞ്ഞിട്ടിട്, പൊടി തട്ടിയിട്ടിട്. വാ സുഖം വന്ന് വിളിക്കേ, നമുക്ക് പോവാം. എന്തോ നടക്കുന്നവൻ അനീഷേട്ടാ ബൈ. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ കാന്താരി ചിക്കൻ വയ്ക്കാൻ വേണം. മല്ലിയിലേ കുറച്ച് കാന്താരിയോളം കൂടി എന്നിട്ട് അരച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞത്. എന്തൊരു ചിക്കൻ ആവുമെന്ന് അറിഞ്ഞുകൂടാ. ചിക്കൻ വെക്കുന്ന വ്യക്തി ഇതാണ്ട് ഇയാളാണ് ചിക്കൻ വെക്കുന്നത്. എന്താവും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നോക്കാം, തിന്നിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. ഞാൻ ചിക്കനൊക്കെ കിട്ടണം. എന്തൊരു മഞ്ഞ കളർ ചിക്കൻ, മഞ്ഞ എന്താ കട്ട് ചെയ്ത് തുടങ്ങണം ഞാൻ കേട്ടോ. ബാക്കിയെല്ലാം അവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോ കേക്ക് വാങ്ങാൻ പോകും. യെസ്, ഓരോന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കില്ല. ഇത് നല്ല മുറിച്ചുണ്ടല്ലോ ഈ കത്തിക്ക്. വീഡിയോ ആണ് എടുത്തത്, ഇടത്തിട്ടാലും വീഡിയോ ഇത്. അടുത്ത നേരം തുണി ഒരുങ്ങിയിരിക്കുമെന്ന്. ഇതാണ് ആ വീഡിയോ ഇട്ടാല് അവന്റെ തുണിയില്ലെന്ന്. അവർ തുണിയില്ലെന്നല്ല, കയ്യിലുണ്ട്, ഷർട്ട് ഇട്ടില്ലെന്ന് അവർ. പിള്ളേരെല്ലാം ഇപ്പൊ ബിരിയാണിയാണോ? ചിക്കൻ വിത്ത് പൊറോട്ട ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൊറോട്ട നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള പണി കൊടുത്തിരിക്കുകയാണ്. അവൻ ചെയ്യുന്ന പണി കിണറ്റിൽ നിന്ന് വെള്ളം കോരയാണ്. ഇത് നമ്മളെ കിണർ, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കുടിക്കുക. പണിയെടുക്കാത്തവർക്കായിട്ട് കൊടുക്കുന്ന ജോലിയാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരക്കം. കണ്ടപ്പൂച്ച, നമ്മളുടെ കുറെ കണ്ടപ്പൂച്ചലുണ്ട് കേട്ടോ. 2 ബ്ലാക്ക്, ഇനി വേറെ ഒന്നും കൂടെ ഇതുണ്ട്. അല്ലുവിനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടേ. അല്ലേ ലിസേ? ഞാനും സുബിനും ആറ്റിക്ക് പോയി കേക്ക് വാങ്ങിച്ചിട്ട് തരാം. വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ഇതുവരെ കൊണ്ടുവന്നില്ല. നമ്മള് വാങ്ങാൻ പോയിട്ട് വരും. ഞാനും ദേവനോട് പോയി കേക്ക് വാങ്ങാൻ പോയിണ്. ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നെ, 3 തലയും കൂടി വേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അകത്ത് മരം കയറികള് കയറത്ത്. ടാറ്റാ 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 ബൈ ബൈ. ടാറ്റാ. ചാവിയാ? എന്തിന്റെ ചാവി? ഓക്കെ ഡൺ. ഓ ഓക്കെ. ചിങ്ങൽ കേക്ക് വേൾഡ് കേക്ക് വാങ്ങിച്ചു കേട്ടോ. ഇതായി ചോക്ലേറ്റ്. ഹാഫിന് ഇത്രയേ ഉള്ളൂ അല്ലേ?
ഒരു ഹാഫ് കെ ജി വാങ്ങിച്ചിട്ട് അപ്പുറത്ത് പോയി ഹാഫ് കെ ജി ആണ് നേരെ വാങ്ങിച്ച് നമ്മൾ 2 ഉരുളിയൊക്കെ വാങ്ങിച്ച് ഇനി എൻ്റെ വൈകിട്ട് ചിക്കൻ്റെ കൂടെ പൊറോട്ട പത്തിരി അതാണ് വാങ്ങുന്നത്. അതിൽ പൊറോട്ട വാങ്ങാൻ സുഖം പുറത്തോട്ട് പോയിരിക്കുന്നു. പത്തിരി ഓൾറെഡി നമ്മൾ വാങ്ങിച്ച് ഇനി അതൊന്ന് ചൂടാക്കി എടുക്കുക. പാക്കറ്റ് പത്തിരി വാങ്ങിച്ച് ഇനി അത് ചൂടാക്കി എടുക്കുക. പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ചെന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കഴിക്കും. എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ചിക്കൻ കറിക്ക് പാത്രം വലുപ്പം തികയുന്നില്ല. അങ്ങനെ പിന്നെ പാത്രം കേക്ക് നമുക്ക് പാത്രം കൂടി വാങ്ങിച്ച് ഞാനും വാങ്ങിച്ചിട്ട് ഒരു ഉരുളി വീട്ടിലേക്ക് വാങ്ങിച്ച് 2 ഉരുളിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ കാണിച്ചിട്ട് ഉരുളി വാങ്ങിച്ചിട്ട് നമ്മളിതാ ഇത് ഒരു കുഞ്ഞ് ഹോട്ടലിൽ വന്ന് പൊറോട്ട അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. വെള്ളിക്കിൻ്റെ ഉരുളി മധുര അലുമിനിയം അങ്ങനെ വാങ്ങിച്ചത്. മധുര അലുമിനിയം തന്നെ. ചിക്കൻ കറിയുടെ അതിൻ്റെ ഗ്രേവി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നു. പച്ചക്കളറാവുന്ന അങ്ങനെ തോന്നി പറഞ്ഞത്. പച്ച ആവുമെന്തോന്ന് എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലും ലാസ്റ്റ് ഉള്ള ഏരിയയിലായിട്ട് പറക്കിയിട്ടിട്ടുണ്ട്. നാളെ ഇനി എന്തരാവുമെന്തോ. എണ്ണ തെളിഞ്ഞ് വരുന്നതിൻ്റെ അർത്ഥം എണ്ണ തെളിഞ്ഞ് വരണമെന്നാണ് പറഞ്ഞത്. എന്താ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? ഉപ്പൊക്കെ ഉണ്ടാകും. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഉപ്പില്ല. എരി നല്ല ഉണ്ട്. ഉപ്പില്ല കൗശിന് മറ്റേ കാന്തരി ഇടണ്ടേട്ടാ. ഞാൻ മറ്റേ കാന്തരിയുടെ കൊണ്ടുവന്നിരുന്നെങ്കില് പിന്നെ പറയുന്നില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും കറക്കി ചേർക്കാം. മഞ്ഞളിട്ട് ഉപ്പുണ്ട് ഓൾറെഡി. മഞ്ഞളിട്ട് കുളിപ്പിച്ച് കൊള്ളാം കേട്ടാ. നമ്മള് ഗ്യാസിൽ നിന്ന് മാറി അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ ഗ്രീൻ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ ചിക്കൻ വെച്ച വ്യക്തിയാണ് ഇതായിരിക്കുന്നത്. ചിക്കൻ വെച്ചത് തിന്ന് നോക്കിയിട്ട് പറയാം. ലല്ലുമാണ് ടേസ്റ്റ് നോക്കണത്. സന്ധ്യ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോയി. പിന്നെ ശംഖുവിൻ്റെ വീട്ടുകാരൊക്കെ രാത്രി വരെ നിന്നില്ല. അവർക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ സന്ധ്യയപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പിന്നെ കേക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ച് ചിക്കനൊക്കെ അടുക്കി വെച്ചിട്ടാണ് പിന്നെ കേക്ക് കെട്ടിയിരുന്നത്. കേക്ക് കെട്ടിയിരുന്നപ്പോഴത്തേക്ക് കണ്ട് അവർക്ക് 3 പേർക്ക് കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ നിൽക്കിയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട, അവർ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ്. ഇവരിപ്പോൾ 4 പേരോട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ കല്യാണം കഴിച്ചത് ട്വിൻസ് കുട്ടികളെയാണ് കെട്ടിയത്. അതിൽ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നില്ലേ, അതാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ ശംഖു. ഇപ്പുറത്ത് ഇരിക്കുന്നതാണ് അവളെ ട്വിൻ സിസ്റ്റർ സത്യരൂപ. അവളെ ഹസ്ബൻഡിൻ്റെ പേരാണ് രാജീവ്. അങ്ങനെ ഇവർ 2 കല്യാണം ഒരുമിച്ചായിരുന്നു. ജാനുവരി 1 ഇവരെ കല്യാണം. അങ്ങനെ പിന്നെ അവളെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിച്ച് അങ്ങനെ അവർ കട്ട് ചെയ്യണം. 2 പേരും 2 കേക്കായിട്ട് വാങ്ങിച്ച് 2ലും പേരൊക്കെ എഴുതി അങ്ങനെ കട്ട് ചെയ്ത് ഒരുമിച്ച് വാങ്ങാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഇവർ 4 പേരും പേര് കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ ഹാഫ് കെ ജി അങ്ങനെ ചെറുതായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അതിനകത്ത് പേരെഴുതി കട്ട് ചെയ്ത് ഇവർ കട്ട് ചെയ്തിട്ട് അവർ പരസ്പരം അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ഒന്ന് ഫെററോഷയുടെ കേക്കായിരുന്നു, ഒന്ന് എന്തുവായിരുന്നു റാഫലോ അങ്ങനെ എന്താ കൊണ്ട് പറയുന്നൊരു കേക്കായിരുന്നു. പക്ഷേ കേക്ക് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മറ്റേ ഫെററോഷയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. അതിനകത്ത് ആ ഫെററോഷയ്ക്കകത്ത് ഒരു കുഞ്ഞ് ഫെററോഷ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചപ്പോഴേ വിചാരിച്ചേ 3 പേരോട് അടി കൂടുമെന്ന് ഒരുക്കുമെന്ന് വെച്ച്. കാരണം ലല്ലുവിന് ഫെററോഷ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. അങ്ങനെ അത് അപ്പോഴാണ് സത്യ ആ ചോക്ലേറ്റ് എടുത്തൊക്കെ മാറ്റി കേട്ടോ. അപ്പോഴത്തേക്ക് ലല്ലുവിടുന്ന് ചോദിക്കണം ചോക്കി എവിടെ അമ്മ, ചോക്കി എവിടെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ കാശി അത് കണ്ട് സത്യ കൊണ്ടുപോകുന്നത്. അപ്പോൾ കാശി പറഞ്ഞു ഇല്ല സത്യ എൻ്റെ കൊണ്ടുപോയി എന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മളടുത്ത് വലിയ ഭാഗത്ത് വെച്ച് പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന് വെച്ച്. ഈ പർപ്പിൾ കളർ ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ശംഖുവിൻ്റെ അച്ഛൻ. അത് നൈറ്റി ഇട്ടിരിക്കുന്ന ശംഖുവിൻ്റെ അമ്മ. ശംഖുവിൻ്റെ വീട്ടിൽ നിന്ന് ശംഖുവിൻ്റെ അച്ഛനും അമ്മയും അവർ 3 പേരാണ്. ശംഖുവിൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചി കാർത്തിക, പിന്നെ സത്യ, ശംഖു, ഒരു 3 പേര്. അവർ ട്വിൻസിൻ്റെ കഴിഞ്ഞ്. ഇതാണ് ശംഖു.
ഇതെൻ്റെ പപ്പ. അങ്ങനെ വേറെ ആരൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ഇത്ര പേര്. പിന്നെ അനീഷ് വന്നില്ല, അനീഷ് പിന്നെ രാത്രി വരാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അതിൻ്റെ രാത്രി കേക്ക് കിട്ടിയെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പം പിന്നെ ഇവർക്കൊക്കെ നേരത്തെ പോകണം. ഇവർ രാവിലെ വന്നതാണ്, നമ്മുടെ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടി രാവിലെ വന്ന്. അപ്പോൾ അവർക്ക് ഇനി സന്ധ്യ അത്രയും അനീഷ് വരുമ്പോൾ എന്തായാലും 9 മണി കഴിയും. അപ്പോൾ അത്രയും വരെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് പിന്നെ നമ്മൾ സന്ധ്യയായപ്പോഴേ കേക്ക് കിട്ടിയാന്ന് വെച്ച്. അങ്ങനെ സന്ധ്യയായപ്പോഴേ കേക്ക് കിട്ടിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുമല്ല അവളെ ചേച്ചിക്ക് വയ്യായിരുന്നു, ചേച്ചി കൈ മുടിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ അതിനകത്തിന് സുബിൻ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്, ഇത് വരുന്നില്ല പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അത് തിരിച്ച് അവന് കൊണ്ടാക്കണം, കൊണ്ടാക്കിയിട്ട് അവന് തിരിച്ചു വരണം. കാരണം അമ്പലത്തിൽ ഉത്സവത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നു. അപ്പോൾ അവന് പോയിട്ട് തിരിച്ചൊക്കെ വരണം. അപ്പോൾ ശങ്കുൻ്റെ അമ്മ പറഞ്ഞെങ്കിൽ നേരത്തെ അമ്മ കട്ട് ചെയ്തിട്ട് നമ്മളങ്ങ് പോകാൻ, ഉത്സവമല്ലേ, ഇവന് നിൽക്കാനൊക്കെ പാടല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മളൊരു എനിക്ക് തോന്നുന്നു 6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അവസാനം മറ്റേ വൈറ്റ് കേക്ക് മാത്രം ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ രണ്ടും കൊള്ളാം, എന്നുവെച്ചാൽ മറ്റേത് ഫെററോ റോഷായിരുന്നു ഇച്ചിരി നല്ല ടേസ്റ്റ്. ഇതിന് അത്ര ഒരു ടേസ്റ്റ് ഞാൻ കഴിച്ചില്ല. കഴിച്ചവരുടെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഫെററോ റോഷർ ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അതിൽ മറ്റേ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു അതിനെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വരെ ആ കേക്കാണ് എല്ലാവരും കഴിച്ചത്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കും. ഇതാണ് സത്യയുടെ ഹസ്ബൻഡ് രാജീവ്. ഇതിന് ലാസ്റ്റ് ഞാൻ ഇവരുടെ മാരേജ് ഫോട്ടോ കുറച്ച് ആഡ് ചെയ്തേക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്ന്. നീയാണ് ചിരിച്ച ഔട്ടായെന്ന് പറഞ്ഞ് നീ പല്ല് കാണിച്ചു, എന്നിട്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പൊ ഞാനാണ് ജയിച്ചത്. ഇത് കണ്ട കഴിക്കാതിരിക്കും ആവശ്യമുള്ളത് കഴിക്കും. അനീഷത്തിലും തീർന്നപ്പോഴത്തേക്ക് ഇത് വർഷം ലാസ്റ്റ് നമ്മളാണ് ലാസ്റ്റ് കഴിക്കുന്നത്. ഉരുളി സഹിതം